നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാടിന്റെ നോവായി ഒരു പ്രവാസി. നാടണയാൻ കാത്തിരിക്കവേ മരണത്തിന്റെ രൂപത്തിലെത്തിയ ദുരന്തം. നാട്ടിൽ പോകാൻ തയ്യാറെടുക്കവേ അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പ്രവാസി മലയാളി മരിച്ചതായി റിപ്പോർട്ട്. ഉടനെ നാട്ടിൽ പോകാനിരുന്ന മലയാളിയാണ് റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചത്. മലപ്പുറം അമരമ്പലം അത്താണിക്കൽ സ്വദേശി നെല്ലിപ്പറമ്പൻ പൂഴിക്കുത്ത് സുരേഷ് ബാബുവാണ് റിയാദിലെ അല്ലിമാൻ ആശുപത്രിയിൽ മരിച്ചത്. 18 വർഷത്തോളമായി സൗദിയിൽ പ്രവാസിയാണ് സുരേഷ്. ഉടനെ നാട്ടിലേക്ക് പോകാനിരിക്കവെയാണ് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും മരണം സംഭവിച്ചതും. മൃതദേഹം നാട്ടിലെത്തിക്കാനായി റിയാദ് KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ജനറൽ കൺവീനർ ഷറഫ് പുള്ളിക്കൽ, ആക്ടിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക്, നൌഫൽ തിരൂർ, ജാഫർ ഹുദവി, ഇസ്മായിൽ പടിക്കൽ, ഷാഫി കരുവാക്കുണ്ട്, അൻവർ ചെമല എന്നിവരും ഹാജൻ കമ്പനി സുഹൃത്തുക്കളായ ഷഫീഖ് മുസ്ലിയാർ കരുനാഗപ്പള്ളി, സുബൈർ കണ്ണനല്ലൂർ, വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് പുല്ലൂർ എന്നിവർ രംഗത്തുണ്ട്. അതേസമയം ഇന്ന് പ്രവാസ ലോകത്തു നിന്ന് മറ്റൊരു ദുഃഖകരമായ വാർത്തയും പുറത്തുവന്നിരുന്നു. അമേരിക്കയിലെ മോൺഗോമറിയിൽ മലയാളി യുവതി വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അത്. തിരുവല്ല സ്വദേശി മറിയം സൂസൻ മാത്യു ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വീടിന് മുകളിലത്തെ നിലയിൽ താമസിക്കുന്നയാളിന്റെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ട സീലിംഗ് തുളച്ച് ഉറങ്ങുകയായിരുന്ന മറിയം സൂസൻ മാത്യുവിന്റെ ശരീരത്തിൽ പതിക്കുകയായിരുന്നു. തിരുവല്ല നോർത്ത് നിരണം ഇടപ്പള്ളി പറമ്പിൽ വീട്ടിൽ ബോബൻ മാത്യുവിന്റെയും ബിൻസിയുടെയും മകളാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.